ഞങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ലാണ്. ഏതാണ്ട് 22 വർഷത്തിലേറെയായിട്ട് നമ്മൾ ഏതാണ്ട് 18 സംസ്ഥാനങ്ങളിലുള്ള കൃഷിക്കാരുടെ ഇടവിളയായിട്ട്, ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെ ഇടവിളയായിട്ട് മരുന്ന് കൃഷി ചെയ്ത് അതിൽ നിന്നും വളരെ ചുരുക്കം ആളുകൾ ഈ ഇതുപോലത്തെ ധാന്യങ്ങളും സീരിയൽസ്, പൾസ്, റൈസ്, പല വ്യഞ്ജനങ്ങൾ അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അവർ ഓർഗാനിക്കായിട്ട് ചെയ്തിട്ട് വേറെ കൊടുക്കുമായിരുന്നു. നിരവധി ഇതുപോലത്തെ രോഗികൾ, ഇതുപോലെ ഡയബറ്റീസ്, ലിവർ ഡിസീസ്, കിഡ്നി, അങ്ങനെ പല രോഗങ്ങളായിട്ടും ചികിത്സയിലിരിക്കെ ഇതുപോലത്തെ പല ആഹാരങ്ങൾ കഴിക്കുമ്പോഴും ഇങ്ങനെ പെട്ടെന്ന് കണ്ടീഷൻ വശാവുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഒരു 14-15 കൊല്ലം കൂടി ഞാൻ വളരെ തീവ്രമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു കൂട്ടായ്മ വേണമെന്നും ഇതുപോലെ ഓർഗാനിക് സ്റ്റോർ തുടങ്ങണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇത് നല്ല സാധനം എവിടെ ഇത് രോഗികളായിട്ടുള്ളവർക്ക്, മൊത്തത്തിൽ ജനങ്ങളെ പറ്റിയല്ല പറയുന്നത്, ഇതൊരു രോഗം ബാധിച്ച ആളുകൾക്കാണ് ഇതിൻ്റെ അത്യാവശ്യം സത്യത്തിൽ. അപ്പോൾ വിഷമില്ലാത്ത ആഹാരം, പച്ചക്കറികളോ പലവ്യഞ്ജനങ്ങളോ ഒക്കെ അവിടെ കിട്ടുമെന്ന് എനിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു കോവിഡിന് മുമ്പ് തന്നെ 2016-17 കാലഘട്ടം മുതൽ ഞാൻ സജീവമായിട്ട് ഏറ്റവും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള കൃഷിക്കാരെ കണ്ടെത്തുകയും ഇപ്പോൾ ഏതാണ്ട് 18 സംസ്ഥാനങ്ങളിൽ നിലവിൽ ഇപ്പോൾ 11 പേരെയാണ് നമ്മളിപ്പം ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ഇവരെയൊക്കെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും അവർക്ക് ഓൾറെഡി ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഉപയോഗത്തിനും കുടുംബത്തിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട അംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം അദ്ദേഹം ഇവിടെ ഇന്ന് തുടങ്ങാൻ പോകുന്ന ഈ സംരംഭത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുകയുണ്ട്. നമുക്കറിയാം, ഓരോ ദിവസം ചെല്ലുന്തോറും രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പോൾ രോഗികൾക്ക് ഇവിടെ അദ്ദേഹത്തിന് നമ്മുടെ ഉദയംപേരിൽ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മരുന്ന് വാങ്ങിക്കാൻ ഇവിടെ എത്തുന്ന ഒത്തിരി ആൾക്കാരെ നമുക്ക് അറിയാം. അപ്പോൾ അവർക്കും കൂടി വരുന്ന എല്ലാവർക്കും പ്രയോജനമാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ സംരംഭം വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥന, എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവരുടെ അനുവാദത്തോടു കൂടി എല്ലാവരും ഈ ഭക്ഷണം എന്താ പറയുന്ന ഭക്ഷണത്തിലാണ് ആരോഗ്യമെന്ന് പറയുമെങ്കിലും നമുക്ക് നല്ല ഭക്ഷണം പൊതുവിൽ ലഭിക്കാറില്ല. അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ പലതര അസുഖങ്ങളും ഇല്ലാതാകുമെന്നുള്ള ഒരു രീതി അത് അവലംബിക്കാനായിട്ട് നല്ല ഭക്ഷണങ്ങൾ അന്വേഷിച്ച ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അത് ലഭിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഇതൊരു ലാഭേച്ഛ ഇല്ലാണ്ടാണ് ദിലീപ് ഈ പ്രവർത്തനം ആരംഭിച്ചതെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത. ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിച്ചിരുന്ന പഴയകാല ആ ഒരു ഡോക്ടർമാരുടെ ആ ഒരു സേവന സന്നദ്ധതയാണ് ദിലീപിനുണ്ടായിട്ടുള്ളത്. ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള രീതിയിൽ വളരെ ഒരു ചാരിതാർത്ഥമുള്ളൊരു നിമിഷമാണിത്. അതൊരു മരുന്ന്, നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും ആഹാരത്തിൽ നിന്നുള്ള ആ ഒരു പോയിസണസ് എഫക്റ്റ് നമുക്ക് മാറ്റിയില്ലെങ്കിൽ അതിനകത്ത് എപ്പോഴും പ്രശ്നമുണ്ട്. സാധാരണ പച്ചമരുന്ന് കടയിൽ പോയി മരുന്ന് മേടിച്ചാൽ അദ്ദേഹം സമ്മതിക്കും. അദ്ദേഹം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം കൃഷിക്കാരെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വളരെ കൃത്യമായി വളരെ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളാണ് നമുക്ക് വരുന്നത്.
എനിക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിട്ട് ബൈപ്പാസ് സർജറി പറഞ്ഞ് അത് വേണ്ട എന്ന് വെച്ച് ഫുൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ജൈവ കൃഷിയിലൂടെ ഉണ്ടാകുന്ന ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. 2 വർഷം മുമ്പ് മരണത്തോടടുത്ത് ഒരാഴ്ചയ്ക്കപ്പുറം ജീവിതമില്ല എന്നുള്ളൊരു സ്റ്റേജിൽ നിന്ന് എന്നെ കൈപിടിച്ചുയർത്തിയത് ഈ അവസ്ഥയിലെത്തിച്ചത് ഡോക്ടറാണ്. അമൃതമായ അന്നം, മൃതമാവാത്ത അന്നം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള ഒരു സതുദ്ദേശത്തോടുകൂടി തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സംരംഭം അമൃത് കഴിക്കാൻ യോഗ്യരായിട്ടുള്ള എല്ലാവർക്കും അത് സാധിക്കട്ടെ, എല്ലാവർക്കും ആ സൗഭാഗ്യം ഉണ്ടാവട്ടെ. ഹയാത്ത് ഓർഗാനിക് തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ വിഷം ഉള്ള ആഹാരങ്ങൾ കഴിച്ച് പലപ്പോഴും രോഗികൾ കൂടുതൽ സങ്കീർണാവസ്ഥയിലേക്ക് വരികയും കരൾ രോഗികൾ, വൃക്ക രോഗികൾ, പ്രമേഹ രോഗികൾ, പിന്നെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും എല്ലാത്തരം വൈദ്യശാസ്ത്രങ്ങൾ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഉദരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ എന്തുകൊണ്ടപ്പോൾ നമ്മൾ നടത്തിയ സർവേയിൽ പല ആഹാരങ്ങളുള്ള ഈ മാലിന്യങ്ങളും വിഷാംശങ്ങളുമാണ് ഇത്തരം ഗുരുതരാവസ്ഥയിലേക്ക് നയിച്ചതെന്ന് നിരവധി പഠനങ്ങളുടെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കൃഷിക്കാരിൽ നിന്ന് നമ്മൾ ശേഖരിച്ച് ചെയ്യാനുള്ളൊരു ദൗത്യം ഏറ്റെടുക്കാൻ തോന്നിയത്. അവിടെയാണ് ഇതിന് മാത്രമല്ല, അതിനേക്കാളും പ്രധാനം നമ്മൾ കഴിഞ്ഞ ഔഷധ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇടവേളയായിട്ട് വളരെ ഓർഗാനിക്കായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഈ കൃഷി വിഭവങ്ങളുടെ ഇടയ്ക്കാണ് ഇത് മരുന്നുകൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഒരു നല്ല ഉപജീവനവും അവർക്കും ഒരു നല്ല വരുമാനവും എത്തിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്.